സഞ്ചാരികളുടെ പറുദീസയായ മാൽദീവ്സിലോട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടുകളൊന്നായ അബുദാബിയിലെ സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇപ്പോൾ സമയം 5:45 ആയി. ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുന്നത് 11:45-നാണ്. അറൗണ്ട് 6 hours ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തില്ല, നേരെ പോയിട്ട് ബോർഡിംഗ് പാസ് എടുത്തു. അറിയാലോ, നമ്മൾ പോകുന്നത് വിസേറിലാണ്. വിസേറിലാകുമ്പോൾ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ഫോമും ഫില്ല് ചെയ്യാനുണ്ടാവും. ഡിക്ലറേഷൻ, സെൽഫ് ഡിക്ലറേഷൻ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടാവും. അതെല്ലാം ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ നേരെ ബോർഡിംഗ് പാസ് എടുത്തിട്ട് നേരെ പോയത് പേൾ ലോഞ്ചിലോട്ടാണ്. അപ്പം നിങ്ങൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഭയങ്കര കുറച്ച് നേരത്തെ വന്നു. ആക്ച്വലി ഒരു 6 മണിക്കൂർ മുമ്പേ നമ്മൾ വന്നു. കാരണം എന്ന് വെച്ചാൽ ദുബായിലെല്ലാം മഴയാണ്, പിന്നെ അബുദാബിയിലും മഴയാണ്. അപ്പോൾ എന്തെങ്കിലും ഇനി ഇഷ്യൂ വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ വന്നപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലേനും. ഇപ്പം നമ്മളെത്തി. ഇവിടുന്ന് ശരിക്കും ലോഞ്ചിൽ നിന്ന് ശരിക്കും പറയണമെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടി, എന്താ കയറാൻ പോവുകയാണ്. ഫ്ലൈറ്റ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ട് ബാക്കി കാണാം. പറയാതിരിക്കാൻ പറ്റില്ല, കറക്റ്റ് ടൈമിന് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ലാൻഡ് ചെയ്ത് നേരെ പുറത്തേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റി. കാരണം നമ്മൾ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റ് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റി. ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇത്. മാൽദീവ്സ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, മാലി എന്ന് പറഞ്ഞിട്ട്. വളരെ ചെറിയൊരു എയർപോർട്ടാണിത്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എമിഗ്രേഷനും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റി. ലഗേജിനൊന്നും നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ലഗേജും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിസോർട്ടിൻ്റെ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നല്ല വിശന്നുണ്ട്, കാരണം ഫ്ലൈറ്റിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ നമ്മൾ പോയിട്ട് ഫുഡ് കോർട്ട് പോയി. അവിടുത്തെ ഫുഡ് കോർട്ട് പോയിട്ട് നേരെ പിസ്സ ഓർഡർ ചെയ്തു. നല്ലോണം വിശന്നത് കൊണ്ടാണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും പിസ്സയ്ക്ക്. ഇപ്പം നമ്മളുള്ളത് വെലന ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്, മാലിയിൽ. ഇനി നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസോർട്ടിലോട്ട് പോകണം. പക്ഷേ നമ്മുടെ റിസോർട്ടിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ദാലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു എയർപോർട്ടുണ്ട്. അപ്പോൾ അവിടെ അത് വേറൊരു ഐലൻഡിലാണ് വരുന്നത്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് പോയിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, സ്പീഡ് ബോട്ടിൽ വേണം നമ്മുടെ റിസോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് ഏകദേശം ഒരു 2 hour വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത്ര ടൈമിംഗ് ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് മാൽദീവ്സിൻ്റെ ലെറ്റേഴ്സ് ഇവിടെ ഒരു എയർപോർട്ടിന് പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവർ വേൾഡ് ട്രാവൽ അവാർഡ്സ് വിന്നറാണ് 2023. ഇതിപ്പോൾ 2024 ആണ്. 2023 വിന്നറാണ്. പിന്നെ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, എന്താ അടിപൊളി. ഇപ്പോൾ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോയാൽ എന്താണെന്നറിയില്ല, പോയി നോക്കാം. മാൽദീവ്സിൻ്റെ എയർലൈൻസായ മന്ദ എയറിലാണ് നമ്മൾ പോകുന്നത്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നമ്മൾ വിസേറിൽ വന്നത് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ നമ്മളിപ്പോൾ എയർ ഇന്ത്യക്കാരൊക്കെ ശരിക്കും കണ്ടുപഠിക്കണം. നമ്മൾ ഫ്ലൈറ്റ് കയറി ഉടനെ തന്നെ അവർ ഒരു ചോക്ലേറ്റും പിന്നെ വൈപ്സും തന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ജ്യൂസ് തന്നു, പിന്നെ വാട്ടർ തന്നു. അതുകൂടാതെ ഒരു ആപ്പിളും തന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ദാലു എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൻ്റെ പുറത്ത് അവിടുത്തെ പോലെ തന്നെ ഇവിടെയും നമ്മുടെ റിസോർട്ടിൻ്റെ സ്റ്റാഫ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇവിടുന്ന് നമ്മളൊരു ബസ്സിൽ കയറിയിട്ടാണ് സ്പീഡ് ബോട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നത്. പെട്ടെന്ന് എത്തിയിട്ടോ, ഒരു 20 minutes നമ്മൾ സ്പീഡ് ബോട്ടിലും ഒരു 20 minutes നമുക്ക് റിസോർട്ടിലേക്ക് എത്താൻ പറ്റി. ഭയങ്കര ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലെ ഭയങ്കര ഫാസ്റ്റ്. അത്രയും സ്പീഡായിട്ടുള്ളൊരു സ്പീഡ് ബോട്ടിൽ നമ്മൾ കയറിയിട്ടൊന്നുമില്ല. നമ്മൾ 20 minutes ഒക്കെ എടുത്തു ഈ റിസോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇത് നമ്മളെ റിസീവിങ് ഏരിയ ആണ്. ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ടാണ് ആൾ വെൽക്കം ചെയ്യുന്നത്. നമ്മളെയും അവർ വെൽക്കം ചെയ്തു. വന്നപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തണുത്തൊരു ക്ലോത്ത് തന്നു. അത് വെച്ചിട്ട് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തപ്പോണ്ടല്ലോ, എൻ്റെ പൊന്നേ നല്ല സുഖമായിരുന്നു. ഇത് റിസീവിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ റിസപ്ഷനിലോട്ട് ചെന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു. അവർ അതിൻ്റെ കാര്യങ്ങളെല്ലാം ബ്രീഫ് ചെയ്ത് തന്നു. So the main way of transportation in the island we have is the open hop of bus
service from morning 6 until 12 o'clock in the night. There's always 2 buses going opposite directions, and every 15 to 20 minutes a bus will come to your location. And the last bus stop to the Aqua Villas will be in front of 31 Zest restaurant. അപ്പോൾ നമ്മളെ ബ്രീഫിംഗ് എല്ലാം കഴിഞ്ഞു, നമ്മളെ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. നേരെ ബസ്സിൽ നമ്മുടെ റൂമിലോട്ട്. ബാക്കിയുള്ള കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.